ഹലോ, ഗ്രില്ലൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു അൽഫാം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, അടിച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും വെള്ളവും കൂടി ചേർത്ത് ഒരമണിക്കൂർ കുതിർത്ത് വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സി എടുത്ത് ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, ഒരു ഉള്ളി, മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം റെഡ് ഫുഡ് കളറും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇത് ചിക്കനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി അതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഗ്രില്ലില്ലാണ്ട് ഫ്രൈ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രൈ പാനിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഫ്രൈ പാനിൽ നന്നായിട്ട് 2 സൈഡിലും മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയില്ലേ ബാക്കി വന്നിട്ടുള്ള, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ പാനിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഈ മസാല കൂട്ടി ഈ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ മുഴുവൻ ചിക്കൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അൽഫാമിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്യാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ ഒരു പൊറോട്ട കൂട്ടിയിട്ട് തടവി കഴിക്കാൻ എന്താ ടേസ്റ്റ്! എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു ചിക്കനാണിത്.